أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير. അല്ലാഹുൽ അലീം. സൂറത്തുൻ നൂർ 56-7. വ അഖീമു അസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവീൻ. വ ആത്തു സക്കാത്ത, സക്കാത്ത് കൊടുക്കുവീൻ. വ അത്യുഉ റസൂല, റസൂലിനെ അനുസരിക്കുകയും ചെയ്യുവീൻ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കാരുണ്യം കാണിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കരുണ ചെയ്യപ്പെട്ടേക്കാം. ലാ തഹ്സബന്ന, താങ്കൾ ഒരിക്കലും വിചാരിക്കേണ്ട, അല്ലദീന കഫറു, നിഷേധിച്ചവരെ സംബന്ധിച്ച്, മുഅ്ജിസീന, അവർ തോൽപ്പിച്ചു കളയുന്നവരാണെന്ന്, ഫിൽ അർളി, ഭൂമിയിൽ, വ മഅ്വാഹും, അവരുടെ താവളം, അന്നാറു, നരകമാകുന്നു. വബിഇസൽ മസീർ, എത്ര മോശം മടക്കസ്ഥലം. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആ അനുസരിക്കുന്ന മോമിനുകൾക്കുള്ള വാഗ്ദാനം പറഞ്ഞു. അത് നേടിയെടുക്കുവാൻ അള്ളാഹുവിന് പൂർണ്ണമായി ഇബാദത്തായിക്കൊണ്ട് അവനിൽ യാതൊന്നും പങ്കു ചേർക്കാതെ ജീവിക്കുകയാണ് വേണ്ടത് എന്നും കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം നിഷേധിക്കുന്നവർ, അല്ലെങ്കിൽ ചിന്നിച്ചിതറുന്നവർ, അവർ അധർമ്മികളാണ്. ഇത്രയുമാണ് പറഞ്ഞു വെച്ചത്. ഇനി മുകളിൽ പറഞ്ഞ നിഅമത്ത് കിട്ടാനും അത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടത് എന്തൊക്കെയാണ്? പ്രായോഗികമായിട്ട് യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ എന്ന് പറഞ്ഞത് ആശയപരമാണ്. അത് പ്രാവർത്തികമാക്കൽ എങ്ങനെയാണ്? അതാണ് ഇനിയുള്ള ഈ ആയത്തിൽ പറയുന്നത്. അതിലൊന്നാമത്തേത് വ അഖീമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തുവീൻ എന്നാണ്. ഇഖാമത്തു സലാത്ത് എന്ന് പറയുന്നത് വിശ്വാസിയും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിത്തറയാണ്. അത് ഇവിടെ നമസ്കാരവും സക്കാത്തും ഇതാഅത്തുർ റസൂലും മാത്രമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മൂന്ന് ബന്ധങ്ങളാണ്. ഒന്ന്, വിശ്വാസിയും അള്ളാഹും തമ്മിലുള്ള ബന്ധം, അത് നമസ്കാരം പോലെയാകണം. അതാണ് നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞത്. നമസ്കരിക്കുക എന്നല്ല, നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ, നമസ്കരിച്ചാൽ നമസ്കാരം നിലനിർത്തലാകുകയില്ല. പകരം നമസ്കാരത്തിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിതം നമസ്കാരം പോലെയാകുമ്പോഴാണ് നമസ്കാരം നിലനിൽക്കുക എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയുക. നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അള്ളാഹു വിളിച്ചിടത്ത് ചൊല്ലുന്നു, വിളിക്കുമ്പോൾ ചെല്ലുന്നു, ചെന്നിട്ട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുന്നു. ആ ചെയ്യാൻ പറഞ്ഞതിൽ എന്തൊക്കെയുണ്ട്? നേതൃത്വം, അനുസരണം, ജമാഅത്ത്, അച്ചടക്കമുണ്ടതിൽ. ഇമാമിൻ്റെ തല ഉയരുന്നതിൻ്റെ മുമ്പ് തല പൊക്കുന്നവൻ്റെ തല കഴുതയുടെ തലയാകുന്നാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്. സഫിൽ വിടവില്ലാതിരിക്കാം. എല്ലാവിധ വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും അവഗണിച്ചുകൊണ്ടുള്ള ചേർന്ന് നിൽപ്പ് അതിലുണ്ട്. പിന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ കീഴ്വണക്കം പ്രദർശിപ്പിക്കുന്നുണ്ട് നമസ്കാരത്തിൽ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പള്ളിയുടെ പരിപാലനമുണ്ട്, സമൂഹത്തിൻ്റെ നിർമ്മാണം, ലോക്കൽ യൂണിറ്റ്, മഹല്ല് നിലനിൽക്കുന്നത് നമസ്കാരത്തെ കേന്ദ്രീകരിച്ചാണ്. പിന്നെ അനന്തര തലമുറകളെ ആ വഴിക്ക് വളർത്തിയെടുക്കാൻ നമസ്കാരം പഠിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു അള്ളാഹുവുമായി ബന്ധത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമസ്കാരമാണുള്ളത്. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ മുമ്പിൽ നമസ്കാരം പോലുള്ള ഒരു നിലപാട്. അതാണ് ഒന്നാമത്തത്. വ ആത്തു സക്കാത്ത, സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം തൗഹീദാണ്. അഥവാ അൽമാലു മാലുള്ള, ഞാനും എൻ്റെ സമ്പത്തും അള്ളാഹുവിൻ്റെതാണ് എന്ന അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശം അംഗീകരിക്കുന്നു. അതിൻ്റെ പ്രയോഗമെന്നോണം അള്ളാഹു കൊടുക്കാൻ പറഞ്ഞത് കൊടുക്കുന്നു, അള്ളാഹു കൊടുക്കാൻ പറഞ്ഞവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മനുഷ്യരുടെ പ്രയാസങ്ങൾ
ഞങ്ങൾ ഏറ്റെടുക്കും. ഇതാണല്ലോ സക്കാത്തിൻ്റെ ആകത്തുക. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മനുഷ്യരുടെ പ്രയാസങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. ഇങ്ങനെ മുഫസ്സിറുകൾ വിശദീകരിച്ചതുപോലെ ഇഹ്സാനു ഇലന്നാസിയാണ്, ജനങ്ങളോട് നന്മ ചെയ്യലാണ്. അഥവാ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിത്തറയാണത്. അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അവരുടെ പ്രയാസങ്ങൾ ഞങ്ങൾ പരിഹരിക്കും എന്ന് തീരുമാനിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ കൃപക്ക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് അർഹരായി നമസ്കാരത്തിലൂടെ, ജനങ്ങളുടെ സ്നേഹത്തിനും അവരുടെ പിന്തുണക്കും അർഹരാകും സക്കാത്തിലൂടെ. ഇനി എന്താണ് വേണ്ടത്? ഇങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ഒരുമയാണ്. അതിനുള്ള കണക്ഷൻ ആണ് ഇതാഅത്തുർ റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദീനീ കാര്യങ്ങളിൽ റസൂൽ കൽപ്പിച്ചത് അനുസരിക്കുക എന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് നമസ്കാരത്തിലും സക്കാത്തിലും ഒക്കെ വേണം. അതിൻ്റെ പുറമെ പറഞ്ഞിരിക്കുന്ന ഈ ഇതാഅത്തുർ റസൂൽ എന്താണ്? എല്ലാ വിശ്വാസികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾക്ക് ചെവി കൊടുത്ത് മുന്നോട്ട് പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫത്തുർ റസൂൽ, റസൂലിൻ്റെ പകരക്കാരൻ. അങ്ങനെ ഈ സത്യവിശ്വാസികളെ തമ്മിൽ ഇണക്കുന്ന ഒരു കണ്ണിയാണ് ഈ ഇതാഅത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇഅ്തിസാമു ബില്ലാഹ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കും. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴങ്ങും, അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിക്കും. അപ്പോൾ എന്തുണ്ടായി? ഒരുമയുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനും സഹായത്തിനും അർഹരായി നമസ്കാരത്തിലൂടെ, അവൻ്റെ അടിമകളുടെ സ്നേഹത്തിനും പിന്തുണക്കും സഹായത്തിനും അർഹരായി സക്കാത്തിലൂടെ, ഒരുമയുണ്ടായി ഇതാഅത്തുർ റസൂലിലൂടെ, അല്ലെങ്കിൽ നേതൃത്വത്തെ അനുസരിക്കുന്നതിലൂടെ. ഇത് മൂന്നും സംഭവിച്ചാൽ ലഅല്ലക്കും തുർഹമൂൻ, മുകളിൽ പറഞ്ഞ വഅദ ചെയ്യപ്പെട്ട ദീന് നടപ്പിലാക്കി കൊടുക്കുക, നിർഭയത്വം നൽകുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ 3 കണ്ടീഷനുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേത് കാലത്ത് പാലിക്കുന്നുവോ ആ കാലത്തൊക്കെ അത് കിട്ടും എന്നർത്ഥം. നമസ്കാരം ശരിയായ രീതിയിൽ. നമസ്കാരം ഇപ്പോൾ നമുക്കറിയുന്നത് ഒരു അനുഷ്ഠാനം, ഒരു ആരാധനാ ചടങ്ങ്, ഒരു ആത്മീയ ചടങ്ങാണ്. പക്ഷേ നമസ്കാരം ഇസ്ലാമിൻ്റെ സാമൂഹ്യ ബോധത്തിൻ്റെ മുഴുവൻ അടിത്തറയാണ്. അല്ലാതെ കേവലം അനുഷ്ഠാനമല്ല. കേവലം അനുഷ്ഠാനമാണെങ്കിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് കൂടുതൽ പുണ്യാവുക. ഇനി പള്ളിയിലാണെങ്കിൽ തന്നെ ഓരോരുത്തരും വിട്ട് അകന്ന് ഒക്കെ നിൽക്കുമ്പോഴാണ്. അങ്ങനെയൊന്നുമല്ല. 1000 ആളുടെ പള്ളിയിൽ 10 ആൾ നിസ്കരിക്കുകയാണെങ്കിലും ചേർന്ന് നിസ്കരിക്കണം. ഇങ്ങനെ നമസ്കാരം, സക്കാത്ത്, ഇതാഅത്തുർ റസൂൽ 3 അടിത്തറകളിൽ ഇസ്ലാമിക സമൂഹം നിലനിന്നാൽ മുകളിൽ പറഞ്ഞത് കിട്ടും. എന്നാ പറഞ്ഞ കാലത്ത് അത് വേഗം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ മുനാഫിക്കുകൾ റസൂലുള്ളാഹിനെ അനുസരിക്കൂല. നിസ്കരിക്കൽ ചെയ്തോളാം, സക്കാത്ത് പ്രശ്നമാണ്. ആത്മീയത അംഗീകരിക്കാം, പക്ഷേ സാമ്പത്തിക രംഗത്ത് കീഴ്പ്പെടുക, അതിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. പിന്നെ ഇതാഅത്തുർ റസൂലിലാണ്. അങ്ങനെ റസൂല് പറഞ്ഞത് അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്തോളാം, ഇങ്ങനെയൊക്കെയുള്ള നിലപാടാണല്ലോ. മുമ്പ് മുനാഫിക്കുകളെ കുറിച്ച് അത് പറഞ്ഞല്ലോ. അവർ ആണയിട്ട് പറയും റസൂലിനെ അനുസരിക്കാതെ, എന്നിട്ട് അതിൽ നിന്ന് പിന്തിരിയുമൊക്കെ എന്ന് പറഞ്ഞത്. ഇവിടെ അതാണ് ഇതാഅത്തുർ റസൂൽ. അള്ളാഹിൻ്റെ റസൂൽ നിർവഹിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം, അദ്ദേഹത്തെ നേതൃത്വമായിട്ട് അംഗീകരിക്കണം. പിന്നീട് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലുൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹിനെയും റസൂലിനെ അനുസരിക്കണം, നേതൃത്വത്തെയും അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചെയ്താൽ മുകളിൽ പറഞ്ഞ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടിയേക്കാം. അഥവാ അത്രയും ചെയ്താൽ സ്വാഭാവികമായി അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നാണ് ലഭിക്കുന്നതാണ് മുകളിൽ പറഞ്ഞ വാഗ്ദാനം എന്നർത്ഥം. അത് ആർക്കും നിഷേധിക്കാനോ ആർക്കും തട്ടിക്കളയാനോ പറ്റുകയില്ല. അഥവാ വേറെ ആരും അത് മുടക്കുകയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആർക്കും തട്ടിത്തെറിപ്പിക്കാനോ തടസ്സപ്പെടുത്താനോ ഒന്നും പറ്റില്ല. ഉദാഹരണമാണ് മഴ. യുർസിലു റിയാഹ ബൈന ബുഷ്റം ബൈന യദൈ റഹ്മത്തിഹി എന്നാണല്ലോ മഴയെക്കുറിച്ച് പറഞ്ഞത്. കാറ്റിനെ അയക്കുന്നു റഹ്മത്തിൻ്റെ മുന്നോടിയായിട്ട്. മഴ ഇന്നവർക്കേ കിട്ടോ ഇന്നവർക്കേ കിട്ടൂല എന്ന് വേറെ ആർക്കും തടുത്തു വെക്കാൻ പറ്റില്ല. അള്ളാഹു തആല ഉദ്ദേശിച്ചവർക്ക് യുസീബു ബിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മഴ കിട്ടും, മഴയിൽ നിയന്ത്രണമില്ല എന്ന പോലെയാണ് അള്ളാഹുവിൻ്റെ എല്ലാ റഹ്മത്തും. അത് പിന്നെ കിട്ടാതിരിക്കുകയില്ല എന്ന് സൂചിപ്പിക്കാനാണ് ലഅല്ലക്കും തുർഹമൂൻ. അപ്പം പിന്നെ ഇതുവരെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളോ, അഥവാ ഈ ആയത്തിറങ്ങുമ്പോൾ റോമയും പേർഷ്യയും മുതൽ അറേബ്യയിലെ മുശ്രിക്കുകളും ജൂതന്മാരും വരെ വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഇത് പറയുന്നത്.
അവരെക്കുറിച്ച് പറയാണ്, അവർ ഭൂമിയിൽ താങ്കളെ തോൽപ്പിച്ച് കളയുന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട. ലാ തഹ്സബന്നല്ലദീന കഫറു മുഅ്ജിസീന ഫിൽ അർള്. ഇതൊക്കെ നമ്മൾ നല്ല നിലക്ക് ഇഖാമത്തു സ്വലാത്തും ഇതാഉ സക്കാത്തും ഇതാഅത്തു റസൂലും ഒക്കെ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ഓക്കെ. പക്ഷെ പറഞ്ഞിട്ടെന്താ? റോമക്കാർ ഭയങ്കര ശക്തിയാണ്, പേർഷ്യക്കാർ ഭയങ്കര ശക്തിയാണ്, അതുകൊണ്ട് തന്നെ അവർ ഇതിനെയൊക്കെ നശിപ്പിച്ച് കളയും. അങ്ങനെയൊന്നും നടക്കാൻ പോണില്ല. അവർ ഭൂമിയിൽ തോൽപ്പിച്ച് കളയുന്നവരാണെന്ന് താങ്കൾ വിചാരിക്കേണ്ടതില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തക്കിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ കല്ല് ആരും കൊത്തിയിട്ട് പൊട്ടാത്ത കല്ല് 3 കൊത്തിന് കൊത്തി പൊട്ടിച്ചുകൊണ്ട് ഓരോ കൊത്തിനും പറയുന്നുണ്ട്, എനിക്ക് പേർഷ്യ കിട്ടി, റോമ കിട്ടി, ഷാം കിട്ടി എന്നൊക്കെ. അങ്ങനെ അതൊക്കെ ഇസ്ലാമിൻ്റെ ജൈത്രയാത്രയ്ക്ക് മുമ്പിൽ തകർന്നു. അതാണല്ലോ പിന്നീടുള്ള ചരിത്രം. എന്നതുപോലെ എക്കാലത്തും സത്യനിഷേധികൾ വലിയ കരുത്തരാണ് എന്നതുകൊണ്ട് ഈ ഇസ്ലാം അവരുടെ മുമ്പിൽ പതറിപ്പോകും. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. സൂറത്തു നിസായിൽ വലൻ യജ്അലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല. മുഅ്മിനീങ്ങൾക്ക് എതിരിൽ കാഫിറുകൾക്ക് അള്ളാഹു ഒരു വഴിയും ഉണ്ടാക്കി കൊടുക്കുകയില്ല. അഥവാ മുഅ്മിൻ യഥാർത്ഥ മുഅ്മിനായാൽ വിജയത്തിന് പിന്നെ അവരുടെ മുമ്പിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് ചുരുക്കം. അവർ ഭൂമിയിൽ തോൽപ്പിക്കപ്പെടുന്ന അള്ളാഹ്ക്ക് പിടികൊടുക്കാതെ, അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് വിധേയമാകാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഫിറൗനിന് കഴിയുമായിരുന്നു. പിന്നെ പരലോകത്തോ ഇവിടെ അവർ വലിയ ആളുകളാണെന്നാണ് അവരുടെ വിചാരം. മഅ്വാഹുമുൻ നാർ, അവരുടെ സങ്കേതം നരകമാണ്. വലബിഇസൽ മസീർ, എത്ര മോശമായ സങ്കേതം. ഇവിടെ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ എന്ന് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെടുത്തിയും ഈ ആയത്തിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അവിടെ പറഞ്ഞ കുഫർ ഇസ്ലാം നടപ്പിലായതിൻ്റെ ശേഷം ഔസ് ഖസ്റജിൽ മുളപൊട്ടി ഇല്ലാതെയാക്കി പരിഹരിച്ചു കളഞ്ഞ പ്രശ്നമുണ്ടല്ലോ, ഒരു കുഫർ. കൈഫ തക്ഫുറൂന എന്ന് അവരോട് ചോദിച്ചത്. അങ്ങനെ ഗോത്രങ്ങളുടെ, ദേശത്തിൻ്റെ, ഭാഷയുടെ ഇപ്പോൾ മുസ്ലിം ലോകത്ത് സംഭവിച്ചിരിക്കുന്നത് പോലെ അവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പിളർന്ന് പിന്നെ മുസ്ലിം ആയിരിക്കെ തന്നെ കുഫറിൻ്റെ നിലപാടിലേക്ക് പോയ ആളുകൾ, അവരെക്കുറിച്ചുമാകാം അവർ വിചാരിക്കേണ്ട എന്നാലും കുഴപ്പമൊന്നുമില്ല, അള്ളാഹു തആല ഞങ്ങളെ പിടികൂടുകയൊന്നുമില്ല എന്ന് അവർ വിചാരിക്കേണ്ടതില്ല. അല്ലെങ്കിൽ അവരെക്കുറിച്ച് താങ്കൾ വിചാരിക്കേണ്ടതില്ല. അഥവാ ഇസ്ലാമിൻ്റെ ശേഷം ഫാസിഖും അല്ലെങ്കിൽ കുഫറിൻ്റെ നിലപാട് അനുവർത്തിച്ചാൽ അള്ളാഹു തആല വെറുതെ വിടുകയില്ല. വമഅ്വാഹുമുൻ നാർ, നരകമാകുന്നു അവർക്കുള്ള സങ്കേതം എന്നും മനസ്സിലാക്കാം. രണ്ടും ഫലം ഒന്ന് തന്നെയാണ്. അഥവാ നേടിയ നേട്ടം തകർത്ത് കളയുന്ന, രണ്ടാമത് പറഞ്ഞത് നേടിയ നേട്ടം തകർത്ത് കളയുന്ന കുഫറിനെ കുറിച്ചാണ്. ആദ്യം പറഞ്ഞത് നേട്ടത്തിന് തടസ്സമായി നിൽക്കുന്ന കുഫറിനെ കുറിച്ചാണ്. രണ്ടും അങ്ങനെ കരുതേണ്ടതില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ തീരുമാനത്തിനെ തെറ്റിക്കാൻ അവർക്കൊന്നും കഴിയുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് താങ്കളെ പരാജയപ്പെടുത്തുകയില്ല എന്നുമാകാം, അല്ലെങ്കിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുകയില്ല എന്നുമാകാം. എന്തായാലും ശരി, അള്ളാഹുവിൻ്റെ തീരുമാനം നിഷേധികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ നടക്കും എന്ന് ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന് അർഹമാകുന്ന സവിശേഷതകളുള്ളവരായി ജീവിക്കുവാൻ നമ്മയും നമ്മുടെ ഉമ്മത്തിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.